കുറവാണ്. അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ? സംശയമുണ്ട്, ഒരു സംശയമുണ്ട്. അടൂരി ആ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ ചാലയിലെ തൊഴിലാളികൾ തിക്കി തിരക്കി വരുന്നുണ്ട്. മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് IFFKക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഒരു വിഭാഗത്തെ ആ തരത്തിലും മോശമായി സംസാരിക്കുകയല്ലേ? അങ്ങനെയല്ല, ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല, ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അത് സത്യമാണ്, എന്തെങ്കിലും നിഷേധിക്കുന്നില്ല. കാരണം അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കരമായ ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഷമിക്കാണ്ട് ഇന്ത്യൻ സിനിമയിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത്തരക്കാരുടെ വരവില്ലെന്നാണോ? കുറവാണ്. അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ? സംശയമുണ്ട്, ഒരു സംശയമുണ്ട്. മൂല്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ വായിൽ കൊണ്ടുവന്ന വാക്കുകളിടരുത്. ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കും. നിങ്ങൾ മര്യാദ പഠിക്കാതെ. ഞാനിവിടെ പറഞ്ഞത് മൂല്യമില്ലെന്ന് അല്ല. നിങ്ങൾ വേറൊരു പുഷ്പവതിയാവാതെ. ഇത്തരം പുഷ്പവതി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. തുറന്നു പറയാം, എനിക്ക് സംസാരിക്കാതിരിക്കും. ഇപ്പോൾ സംസാരം നിർത്താമല്ലോ. നിങ്ങൾ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ സംസാരം നിർത്തുന്നു, തീർന്നില്ലേ? താങ്കളുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു വേദിയിൽ. ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട് എവിടെ പോയി? പക്ഷെ മന്ത്രി അവിടെ വെച്ച് മറുപടിയും തന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്ലേവ് അടക്കം നടന്നതാണ്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് താങ്കളുടെ പരാമർശത്തിൽ? സംശയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാത്തതിന് കാരണം എല്ലാവർക്കും അറിയാം. കാരണം ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു. ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിൻവലിച്ചു? ആ ചോദ്യം. ഭയം കൊണ്ട് പിൻവലിച്ചു. ഒരു ഉപകാരം ഉണ്ടായില്ല ഹേമ കമ്മിറ്റി കൊണ്ട്? ഒരിക്കലില്ല. ഒരു പ്രയോജനം. ഇപ്പൊ കോൺക്ലേവ് നടത്തിയെന്ന് പറഞ്ഞാൽ കോൺക്ലേവ് അല്ലാതെ നടത്തില്ല. പിന്നെ ഈ കോൺക്ലേവ് നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമാ വ്യവസായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധ്യമല്ല. ഇത് 60-ാം വർഷത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത്. ഞാൻ ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്തു. ഞങ്ങൾ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ഉണ്ടാക്കി. ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. സെൻസർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് സെൻസർ പട്ടികയിലെ ഡേറ്റ് അനുസരിച്ച് വേണം പടം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. 77 കാലത്ത് 1977 ആ സെൽഫ് റെഗുലേഷൻ കൗൺസിലും ആക്ഷൻ കമ്മിറ്റിയിലും അംഗമായിരുന്നു ഞാൻ. അത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആക്ഷൻ കമ്മിറ്റി 3 പേര്. ആ 3 പേര് 37-ാമത്തെ വയസ്സിൽ ഞാൻ ഒരുത്തനായിരുന്നു, ഒരാളായിരുന്നു ഞാൻ. എൻ്റെ സിനിമയെക്കുറിച്ച് ചുമ്മാ വർത്താനം പറയല്ല. ആ ആക്ഷൻ കമ്മിറ്റി 3 അംഗങ്ങളിൽ ഒരാൾ ഞാനായിരുന്നു. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയാണ് തിയേറ്റർ ഒരു ആഴ്ചയിൽ ഒരു സിനിമയിൽ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അത് സെൻസർ ചെയ്ത ഡേറ്റ് അനുസരിച്ച് ആദ്യം സെൻസർ ചെയ്ത പടം ആദ്യം പോകും. ആ കണക്കിൽ അത് പരാജയപ്പെട്ടു. കാരണം അതിൽ ആരും തയ്യാറാവും. ഇത് കോടികൾ, ലക്ഷങ്ങൾ, കോടികൾ, അന്ന് ലക്ഷങ്ങളാണ്, ഇന്നിപ്പോൾ കോടികൾ മുടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരു നിയന്ത്രണത്തിനും സ്ഥാനമില്ല. ജനങ്ങളെ പടം ഓടിക്കുന്ന ഓർഡർ പോയി ഇന്നും തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, ജനങ്ങളാണ്. അതാ ഫസ്റ്റ് പ്രശ്നമാണ്.